കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ പൂക്കൃഷിക്ക് വലിയ തിരിച്ചടി നേരിടുന്നതായി കർഷകർ പറയുന്നു. ഇത്തവണ സാധാരണ പോലെ കൃഷി ഇറക്കിയെങ്കിലും പകുതി പോലും വിളവ് ലഭിച്ചില്ല. പകുതിയിലേറെ പൂക്കൾ കരിഞ്ഞുപോയി. ഓണക്കാലത്ത് ഗുണ്ടൽപേട്ടയിൽ നിന്നെത്തുന്ന ചെണ്ടുമല്ലി അടക്കമുള്ള പൂക്കൾ സംസ്ഥാനത്ത് വിപണികളിൽ വൻതോതിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു. കർണാടകയിൽ മഴക്കുറവും വയനാട്ടിലെ മഴക്കുറവും പൂക്കൃഷിക്ക് വിളവ് കുറച്ചതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചതായി കർഷകർ പറഞ്ഞു. കർണാടകയിലെ ബീച്ചള്ളി ഡാമിൽ ഇത്തവണ വെള്ളമുണ്ടായില്ല. കർഷകർ പ്രധാനമായും ആശ്രയിക്കുന്ന ഡാമാണിത്. ഡാമിൽ വെള്ളം നിറയണമെങ്കിൽ വയനാട്ടിലെ കബനിപ്പുഴയിൽ നിന്നും വെള്ളമെത്തണം. ജില്ലയിൽ മഴ ഇത്തവണ വളരെ കുറവായതുകൊണ്ട് അതുണ്ടായില്ല. ഇതിനാൽ ഡാമിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവർ വലഞ്ഞു. ചില ചിറകളിൽ വെള്ളമുണ്ടെങ്കിലും മിക്ക ചിറകളും വറ്റി വരണ്ട് കിടക്കുകയാണ്. ചിറകളിൽ അടുത്തുള്ള തോട്ടങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും പൂക്കളുള്ളത്. സ്പ്രിംഗ്ലർ സംവിധാനമൊരുക്കി കൃഷി ചെയ്യുന്ന ചുരുക്കം ചില കർഷകർ മാത്രമാണ് വിളവുണ്ടാക്കിയതെന്നും ചില കർഷകർ പറഞ്ഞു. മലയാളികൾ ഇത്തവണ പൂക്കൾ കാണാൻ വരുന്നതും വളരെ കുറവാണ്. നേരത്തെ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുമായിരുന്നു ഗുണ്ടൽപേട്ടയിലെ പൂക്കൾ കാണുവാൻ. പൂക്കളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നതും ചെറിയ പൈസ വാങ്ങി കർഷകരെ കയറ്റിവിടുന്നതും ഒരു വരുമാനമായിരുന്നു. ഓണത്തിന് പൂക്കളത്തിന് മറ്റു അലങ്കാരങ്ങൾക്കും പൂക്കൾ ഉപയോഗിക്കുന്ന മലയാളികളെ മഴ ചതിച്ചെന്ന് സാരം. ഇത്തവണ ഓണത്തിന് മലയാളികൾ പൂക്കൾക്ക് വൻ വില കൊടുത്തു തന്നെ വാങ്ങേണ്ടി വരും. ഗുണ്ടൽപേട്ടയിലെ പൂക്കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 20 രൂപ മാത്രം. ഇത് നട്ട് പറിച്ച് ചാക്കിലാക്കി വെച്ചാലാണ് ഈ 20 രൂപ ലഭിക്കുക. ഒരു ചാക്ക് 40-45 കിലോ ഉണ്ടാവും. 2-3 ചാക്കാണ് ഒരു കർഷകൻ പറിക്കുക. ഇവർക്ക് ലഭിക്കുന്ന വരുമാനമാണ് ഈ ലഭിക്കുന്നത്. നേരത്തെ മഴ കൂടുതലുണ്ടെങ്കിൽ വിളവുകൾ കൂടുതലുണ്ടാവും. അപ്പോൾ കൂടുതൽ വിളവ് ലഭിച്ച് കൂടുതൽ വരുമാനവും ലഭിക്കുമായിരുന്നു. ആകെ ധർമ്മസങ്കടത്തിലാണ് കർണാടകത്തിലെ ഈ കർഷകർ. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു ನೋക്കാം എന്ത് വില ಲಭಿക്കുമെന്ന്. ಎಷ್ಟು ಕೆ ಜಿ ಇರುತ್ತೆ ಸ್ವಾಮಿ? 20. ಇದು ಎಷ್ಟು ಆಯ್ತು ನಿಮಗೆ ದುಡ್ಡು ಗಿಟ್ಟ? ಎಷ್ಟು ದುಡ್ಡು ಗಿಟ್ಟ? ಕೆ ಜಿಗೆ ಎಷ್ಟು? 20. ഒരു കെ ജിക്ക് 20. ഇത് ಎಷ್ಟು ಕೆ ಜಿ വരുന്നു ചാക്കോ ഒരു മുട്ട? 40-45. ആ 20 രൂപ. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു. ചിറയ്ക്ക് സമീപമുള്ള തോട്ടങ്ങളിൽ പച്ചക്കറി കൃഷിയും വ്യാപകമായിട്ടുണ്ട്. നനയ്ക്കാൻ സൗകര്യമുള്ളിടത്ത് മാത്രമാണ് പൂക്കളും പച്ചക്കറികളും നന്നായി ഉണ്ടായിട്ടുള്ളത് മാത്രം.
പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.